കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ നഷ്ടക്കണക്കുകളുടെയും നിലനിൽപ്പിന്റെയും സീസണിന്റെയും കാര്യങ്ങൾക്ക് ശേഷം ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളും താരങ്ങളുടെ കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. നമ്മളേറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന നോവയെയും ലൂണയെയും പ്രതിസന്ധി കാരണം ലോണിൽ അയച്ചതുകൊണ്ട് തന്നെ താരങ്ങളുടെ തിരിച്ചുവരവും ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നോവയുടെ കരാർ ഈ വർഷം അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ലോൺ കഴിഞ്ഞ് താരം ഇനി മടങ്ങി വരില്ല എന്നാണ് ക്ലബ്ബ് വ്യക്തമാക്കുന്നത്. അതേസമയം ലൂണ ഇനിയും ഒരു വർഷം കൂടെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അടുത്ത സീസണിലെ അവസ്ഥ അനുസരിച്ചായിരിക്കും താരത്തിന്റെ മടങ്ങിവരവ്. അടുത്ത സീസണും ശോകമാണെങ്കിൽ താരം വീണ്ടും ലോണിൽ പോകാനാണ് സാധ്യത. ശരിക്കും 23 മുതൽ 25 പ്ലേയേഴ്സാണ് ടീമിൽ വേണ്ടത്. പക്ഷേ നമുക്ക് 19-20 മാത്രമേ ഉള്ളൂ. റിസർവ് ടീമിൽ നിന്ന് താരങ്ങളെ എത്തിച്ചെങ്കിലും 2% മാത്രമാണ് കൺവേർഷൻ റേറ്റ്. അത് വളരെ കുറവാണ്. ഇനി താരങ്ങൾ ടീം വിട്ടത് ശരിക്കും പറഞ്ഞാൽ പേ കട്ട് പല താരങ്ങളും സമ്മതിക്കാത്തതിന്റെ കാരണം തന്നെയാണ്. പക്ഷേ ക്ലബ്ബ് പുറത്തുവിട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കോച്ചിന്റെ തീരുമാനം കൂടെ പേ കട്ട് സമ്മതിക്കാത്തതും കരിയറിന്റെ വളർച്ച നോക്കിയിട്ടുമാണ് പല താരങ്ങളും ക്ലബ്ബ് വിട്ടത് എന്നാണ് ക്ലബ്ബ് വ്യക്തമാക്കുന്നത്. എന്തേ ബ്ലാസ്റ്റേഴ്സിൽ കരിയർ വളരൂലെ? അവസാനം ഒരു ഒഴിവ് കഴിവ് വർത്തമാനം കൂടി ക്ലബ്ബ് പറഞ്ഞിട്ടുണ്ട്. താരങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് തടയില്ല എന്നാണ് ക്ലബ്ബ് പറയുന്നത്. അല്ലാണ്ട് നിൽക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വിറ്റൊഴിവാക്കുന്നതോ അല്ല. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പ്രതിസന്ധിയിലായതുകൊണ്ട് ആരാധകർ ഇത്തവണ കളി കണ്ട് വിമർശിക്കരുത് എന്നും അവസ്ഥ മനസ്സിലാക്കണമെന്നാണ് ക്ലബ്ബ് സിഇഒ അഭിക് ചാറ്റർജി പറയുന്നത്. ഇനി ഹോം ഗെയിം മത്സരങ്ങളിൽ സ്റ്റേഡിയം കപ്പാസിറ്റി 40,000 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ആദ്യം അത് 30,000 ആയിരുന്നു. കൂടാതെ റംസാൻ ആയതുകൊണ്ട് തന്നെ സ്റ്റേഡിയങ്ങളിലേക്ക് ഫുഡ് കയറ്റാൻ പാടില്ല എന്ന നിയമം തൽക്കാലത്തേക്ക് മാറ്റുമെന്നാണ് ക്ലബ്ബ് പുറത്തുവിട്ടത്. ഇനി ആരാധകർ കാത്തിരിക്കുന്ന താരങ്ങളുടെ അപ്ഡേറ്റ് ആണ് പറയുന്നത്. ആദ്യ കളിയിൽ കളിക്കാതിരുന്ന മത്തിയാസ് ഹെർണാണ്ടസിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ കളിക്കിടയിൽ പരിക്കേറ്റ വിക്ടറും അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തിയേക്കും. താരത്തിനും സീനുള്ള പരിക്കല്ല. പിന്നെ ലൂണക്കായി മാറ്റിയിട്ടുള്ള 6th ഫോറിൻ സ്ലോട്ടിലേക്ക് പുതിയ വിദേശ താരം എത്തുമെന്നാണ് ക്ലബ്ബ് സിഇഒ അഭിക് പുറത്തുവിടുന്നത്. താരം മുംബൈ സിറ്റി FCക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ടീമിനൊപ്പം ജോയിൻ ചെയ്യും. ബാക്കി കാര്യങ്ങൾ വഴിയെ അറിയാമെന്നും ക്ലബ്ബ് വ്യക്തമാക്കുന്നുണ്ട്. സോ ഈ സീസൺ മൊത്തത്തിൽ ഒരു നിലനിൽപ്പ് മാത്രമാണ്. കളി കാണുക, സെഡാവുക, പോവുക, വീണ്ടും കളി കാണുക, സെഡാവുക. അടുത്ത സീസൺ വന്നാൽ വന്ന്, അത്രയേ ഉള്ളൂ. ബൈ. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള പ്ലസ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.